നിങ്ങളുടെ വീട്ടിലെ പ്രായമായവർ ജോലി ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ ബാലൻസ് തെറ്റുകയോ വീഴാറോ ഉണ്ടോ എങ്കിൽ ഇതൊരു ന്യൂറോ പ്രോബ്ലത്തിന്റെ തുടക്കമായേക്കാം. ഹായ്, ഞാൻ അജ്ന, ചീഫ് ഫിസിയോ അറ്റ് അജ്നാസ് ഫിസിയോ DNA. വർദ്ധിച്ചു വരുന്ന ന്യൂറോ പ്രോബ്ലംസ് ലൈക്ക് പാർക്കിൻസൺസ്, മൈസ്തീനിയ ഗ്രാവിസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒക്കെ ഉള്ള ഈ സമയത്ത് മോസ്റ്റ്ലി ഈ വീഴ്ച ഇതിലേതിൻ്റെയൊക്കെ തുടക്കമായേക്കാം. അതുകൊണ്ട് തന്നെ ഫോൾ റിസ്ക് അസസ്മെന്റ് വളരെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഫോൾ റിസ്ക് അസസ്മെന്റിൽ നമ്മൾ ഒത്തിരി കമ്പണൻസ് ഓഫ് ഒരു ഫോളിനെ നമ്മൾ ചെക്ക് ചെയ്യും, അസസ് ചെയ്യും, മാനുവലിയും ചെയ്യും. അതുപോലെ തന്നെ ആധുനിക മെഷീൻസിന്റെ യൂസോടെയും നമ്മൾ അത് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ മസിൽ സ്ട്രെങ്ത്, പോസ്ചർ, ഗെയ്റ്റ്, അയാൾ എങ്ങനെ നടക്കുന്നു, ആ സ്റ്റെപ്പ് ലെങ്ത്, സ്ട്രൈഡ് ലെങ്ത്, കേഡൻസ് എന്നൊക്കെയുള്ള പല പല കമ്പണൻസ് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. ഈ ഫോൾ റിസ്കിന്റെ അസസ്മെന്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം അത് അനലൈസ് ചെയ്ത് ഫിസിയോതെറപ്പിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൊഡാലിറ്റീസും ട്രീറ്റ്മെന്റും എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് കൊണ്ടുപോകാന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. പ്രായമായവരിലെ ന്യൂറോ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇന്ന് ഫിസിയോതെറപ്പിയിൽ ശാശ്വത പരിഹാരം ലഭ്യമാണ്. ഫോൾ റിസ്ക് അസസ്മെന്റിനെ പറ്റി കൂടുതൽ അറിയാൻ യു ക്യാൻ കോൺടാക്ട് us അജ്നാസ് ഫിസിയോ DNA.